ഹലോ ഫ്രണ്ട്സ്, ഐ ആം സിനി. സുജാതയുടെ അടുക്കളയിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മളതെല്ലാം കണ്ടു. അതൊരു പാഷനായിരുന്നു സുജാതയ്ക്ക്. ഇനി അടുത്ത പാഷൻ നമുക്ക് കാണാൻ പോവാണ്. ഇതൊരു വലിയ സംഭവമാണ് കേട്ടോ. സുജാതയോട് തന്നെ ചോദിക്കാം. ഈ മുറ്റം നിറയെ പൂക്കളും ചെടികളും എന്താ പറയുക, അലങ്കരിച്ച് നല്ല ഭംഗിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ചെടിയുടെ പേര്, ഇതെങ്ങനെയാണ് സംരക്ഷിക്കണത്, ഇതെല്ലാം സുജാതയോട് തന്നെ നമുക്ക് ചോദിക്കാം. സുജാത, ഇതെന്താ ഇവിടെ കാണുന്നതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യണത്? ഇതാണ് നമ്മൾ ആദ്യം തുടങ്ങി. ഈ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതൊക്കെയാണോ? എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അതെ, മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കില്ല ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോ. രാവിലെ നമ്മള് ഡോറ് തുറക്കുമ്പോഴേ കുറെ കിളികളുടെ ശബ്ദവും പിന്നെ പൂക്കളും പൂമ്പാറ്റകളും ഒക്കെ ആകുമ്പോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. രാവിലെ തുടങ്ങണത് തന്നെ ഭയങ്കര പോസിറ്റീവായിട്ടാണ്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഓരോ കളക്ഷൻസ് ആണ്. ഇത് എത്ര വർഷത്തെ കളക്ഷൻസ് ആണ്? എത്ര വർഷമായി ഇത് തുടങ്ങി? ഞങ്ങളിപ്പോ ഇവിടെ വീട് വെച്ചിട്ട് ഒരു 12 വർഷം. 12 വർഷം. അന്ന് മുതൽ ചെടികൾ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ 3-4 ചെടികള് തുടങ്ങി. പിന്നെ ഒരിടയ്ക്ക് ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. അതിപ്പോ ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. അപ്പൊ കുക്കിംഗ് കുറച്ചൊരു ബിസിനസ് ആയിട്ട് ചെയ്തു തുടങ്ങിയപ്പോ നമുക്ക് രണ്ടും കൂടെ എത്താതായപ്പോ കുറച്ചൊന്ന് കുറച്ചു. അത്രയുള്ളൂ. അപ്പൊ സുജാതയ്ക്ക് കുക്കിങ്ങിന് സഹായിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്? രണ്ടിനും സഹായിക്കാൻ അത് തന്നെ മാനേജ് ചെയ്യാം. അത് സംഭവമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മള് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരുന്നാൽ തന്നെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നങ്ങളും അത് സത്യമായ വൃത്തിയായിട്ടിരിക്കാൻ, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടില് പിന്നെ ചെയ്യാനുള്ളത് പിന്നെ ഫോണില് എന്നുള്ളത് മാത്രമാണ്. പിന്നെ TV സീരിയല് ഇതെല്ലാം കാണണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടും നമുക്കൊരു സെൽഫ് റിലയന്റ് ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അല്ലെ, ആരോഗ്യം ഒന്നും കൂടെ മെച്ചപ്പെടും. പിന്നെ ആവശ്യമില്ലാത്ത ചിന്തകൾ വരില്ല, നമ്മളിപ്പോ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. നല്ല കാര്യം, പ്രധാനം. അപ്പൊ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവട്ടെ ഞാൻ ആശംസിക്കുന്നു. അതാണ്, ഒരാളെങ്കിലും ഇൻസ്പയർഡ് ആവുകയാണെങ്കിൽ മതി, നമുക്കത് മതി. സന്തോഷം. അതെ, നമ്മള് ചെയ്യുന്നത് കണ്ടിട്ട്. സുജാത നല്ല ഭംഗിയുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ. ആയിട്ട് വെക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് താഴെ വെച്ചിട്ട് വലിയ തണൽ മരമായിട്ട് വേണമെങ്കിൽ വളർത്തിയെടുക്കാം. ചൈന ഡോൾ എന്നാണ് പേരല്ലേ. ഇതില് പൂക്കളും ഉണ്ടാവും. നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു എന്നുള്ളത്. ഒരു ക്രീം കളറില് നല്ല നമ്മളുടെ ടക്കോമ്പടൊക്കെ പൂവ് പോലെ നന്നായിട്ട് ഒരു പൂവുണ്ടാവും. അപ്പൊ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് അതിന് വളർച്ച കുറവ്. ഇത് ചട്ടി വലുതാക്കി കുറച്ചും കൂടെ, അല്ലെങ്കിൽ മണ്ണിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല വലുതായിട്ട്. ഇത് ഇൻഡോർ വെക്കാൻ നല്ല ഡാർക്ക് ഗ്രീൻ ആണല്ലേ. അതെ അതെ. ഇത് സാധാരണ ഇൻഡോർ വെക്കുകയാണെങ്കിൽ നമ്മള് വിനാഗിരി വെച്ചിട്ട് തുടച്ചു കൊടുക്കണം. അല്ല, ഞാനിപ്പോ ഇത് വന്ന് തൊട്ട് നോക്കി, എന്താണെന്നറിയോ, നല്ല ഷൈനിങ് ഉണ്ട് എനിക്ക്. ഇത് കാണുന്നവരൊക്കെ പറയും പ്ലാസ്റ്റിക് ആണെന്ന് തോന്നില്ലേ. ഇത് ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ആണ്. ഇപ്പൊ പൂക്കളില്ല, സീസൺ കഴിഞ്ഞു. കുറച്ച് പൂക്കൾ ഉണ്ടായിരുന്നല്ലോ. ജൂലൈ ഒക്കെ ആവുമ്പോഴേക്ക് വീണ്ടും. ഇതെന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് നനയ്ക്കാൻ എളുപ്പമാണ്. മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. താഴെ എല്ലാം വളം ചെയ്യുമ്പോഴും സ്പ്രേ ചെയ്താൽ മതി. കുറേം കൂടെ ഇത് ഈ നെറ്റിൽ പിടിച്ചു നിൽക്കും വളം. അപ്പൊ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ പോട്ടിൽ ചെയ്യുമ്പോ പോട്ടിന്റെ ഒരു എക്സ്പെൻസ്. പിന്നെ ഇതിന് കരി വേണം. കരി ഇപ്പൊ നല്ല കോസ്റ്റ്ലിയാണ്. അത് പിന്നെ ഹാങ് ചെയ്ത് വെക്കുമ്പോ അതിന്റെ കയറിന്റെ ഒരു ചെലവ് നോക്കി എത്തും ചെയ്യും. മറ്റത് പിന്നെ സ്പേസും, ഇത്രയും ചെടികൾ ഹാങ് ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് സ്പേസ് വേണം. ഇത് പിന്നെ അടീനിയാണ്. അടീനത്തിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ആണല്ലേ. ഇതിലുള്ള എല്ലാം സെപ്പറേറ്റ് കളേഴ്സ് ആണ്. ഓ, അപ്പൊ ഈ ഇത്രയും ചട്ടിയില് ഉള്ള അത്രയും കളേഴ്സ് അടീനിയ ഉണ്ട് അല്ലേ. ഇതില് സിംഗിൾ പെറ്റലുണ്ട്, ഡബിൾ പെറ്റലുണ്ട്, മൾട്ടി പെറ്റലുണ്ട്, എല്ലാം ഉണ്ട്. ഇത് സെയിലുണ്ടോ ഇവിടെ? അടീനിയത്തിന്റെ തൈകൾ ഇല്ല. ഇതിന്റെ കായ വിത്തുണ്ട്, വിത്തുണ്ടായി നിൽക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒന്ന് കാണിക്കാനായിട്ട്? അടീനത്തിന്റെ വിത്ത് കാണാത്തവരുണ്ട്. ഇതിപ്പോ നമ്മള് വിത്ത് പാവി കഴിഞ്ഞ വിത്ത് പാവി 1.5 മാസം ആയ ചെടികളാണ്. ഇനി ഇതിനെ പറിച്ചിട്ട് നമ്മള് ഇതുപോലെ ചെറിയ പോട്ടിലേക്ക് ഇങ്ങനെ മാറ്റും. ഇങ്ങനെ മാറ്റി ഒന്നും സെയിലിന് വെക്കില്ല, ഇനി ഒക്കെ ഇവിടെ തന്നെ വെക്കുള്ളൂ. അതെ അതെ അതെ. ഇനി സ്ഥലമില്ലല്ലോ വെക്കാൻ.
അപ്പൊ ഇതിങ്ങനെ പിന്നെ അതിനെ അടുത്ത സൈസിലേക്ക് മാറ്റും അങ്ങനെ. അപ്പൊ ഇത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഇതില് സീഡ് ഗ്രോൺ എല്ലാം സിംഗിൾ പെറ്റലായിരിക്കും. മൾട്ടിപെറ്റല് വളരെ ദുർലഭമായിട്ടാണ് വരുന്നത്. അധികം സിംഗിൾ പെറ്റലായിരിക്കും. അപ്പൊ നമുക്കിത് ചിലപ്പോ ഈ സീഡിൽ ഉണ്ടാവണ എല്ലാം ആ ചെടിയുടെ സെയിം മദർ പ്ലാന്റിന്റെ ചെടി ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം, ചിലപ്പോൾ എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ സെയിം ആവുന്നത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പുതിയ ചെടിയാക്കാൻ പറ്റും. ഓക്കെ. ഇതെല്ലാം ഗ്രാഫ്റ്റഡ് ആണ്. ഇതിൽ കാണുന്ന എല്ലാം ഗ്രാഫ്റ്റഡ് നമ്മൾ വാങ്ങിയതുണ്ട്, ചിലതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതുണ്ട്. ഇത് അടീന്യത്തിന്റെ വിത്ത് കാണാത്തവർക്കായിട്ട് കുറെ പേര് അടീന്യത്തിന്റെ വിത്ത് കാണാത്തവരുണ്ട്. കണ്ടോ, ഇത് ഒരു ഇതിനകത്ത് എത്ര ഉണ്ടാവും? ഒരു ഏകദേശം കണ്ടമാനുണ്ടോ? എന്നാലും ഏകദേശം ഒരു 100 വിത്തോളം ഒരെണ്ണത്തിൽ. അപ്പൊ 200 കൂടുതൽ വിത്തുകൾ രണ്ടിലും കൂടി ഉണ്ട് അല്ലേ? സാധാരണ ഇപ്പൊ ഇത് മഴക്കാലത്ത് മഴയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ വിത്ത് അതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചിലപ്പോൾ മുളയ്ക്കും. ഓക്കെ. അതുപോലെ അതൊന്ന് മൂപ്പെത്തിക്കഴിഞ്ഞാൽ നമ്മൾ കെട്ടി വെക്കണം. കോവിഡിന്റെ മുന്നേ എനിക്ക് ഈ ബാക്കി ചെടികളെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് ആമ്പലാണ്. ഒരു 100ഓളം പോട്ടുകളില് ഇവിടെ കംപ്ലീറ്റ് മുറ്റം ആമ്പലായിരുന്നു. ഒരുപാട് വെറൈറ്റികള്. പിന്നെ കോവിഡിന്റെ സമയത്ത് ഞാൻ അത് സെയിൽ ചെയ്തിരുന്നു. ആമ്പല് 1000, 1200 രൂപയ്ക്ക് ആ സമയത്ത് ഒരു ചെടിക്ക് വില ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സെറ്റ് ഇതാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു ചെടിക്ക് ഇത്ര പോന്ന ഇത് കണ്ടില്ലേ, ഒരു ചെറിയ കുഞ്ഞു ചെടിയാണ് അതിൽ. ഒരു സിംഗിൾ പ്ലാന്റിന് 1200 രൂപ വരെയൊക്കെ വിലയുള്ള പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. അത് അന്ന് ആ സമയത്ത് നമുക്ക് കുറെ സെയിൽ ഉണ്ടായിരുന്നു ഇതിന്റെ, കുറെ കളർ വെറൈറ്റികളും ഒക്കെ. പിന്നെ ബാക്കി ചെടികള് ഇത് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് പോകും, ചെറിയൊരു മുറ്റായ കാരണം. അപ്പൊ നമ്മൾ അത് മാറ്റിയിട്ട് പിന്നെ ബാക്കി ചെടികളില് നമുക്ക് എല്ലാ ചെടിയും ഇഷ്ടാവുകൊണ്ട് എല്ലാം വേണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റിയിട്ട് ഇത് കുറച്ചു. അങ്ങനെ ഇപ്പൊ ആമ്പലിന്റെ സീസൺ മാറി ഇപ്പൊ എല്ലാവരും താമരയിലായി. അപ്പൊ നമ്മൾ അങ്ങനെ കുറച്ച് താമര വെച്ച് തുടങ്ങി. പൈപ്പ് വെച്ച് ഇത് നമ്മള് സാധാരണ ഇതില് ഗപ്പിയിടും, കൊതുക് വരാതിരിക്കാൻ. കൊതുകിന്റെ അപ്പൊ ഗപ്പിയിടുമ്പോ നമുക്കിതിൽ വളമൊന്നും ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ്. അപ്പൊ അതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ട് ഈ പൈപ്പില് വളം ഇട്ട് കൊടുക്കും. അപ്പൊ ഈ ഇതില് ഇതിന്റെ വെള്ളം നിൽക്കുന്നല്ലോ. അപ്പൊ ആ വെള്ളത്തില് പിന്നെ കുറേശ്ശെ ആയിട്ട് ഈ മണ്ണിൽ ഡിസോൾവ് ആയിക്കോളും. അപ്പൊ അത് ഗപ്പിക്ക് കേട് വരില്ല, ഗപ്പിക്ക് വേറെ പ്രശ്നങ്ങളും ഒന്നും വരില്ല. അതിനുള്ളതാണ് ഇത്. ഇപ്പൊ ഇതിന് സെയിലുണ്ടോ? ഇപ്പൊ സെയിലില്ല. എല്ലാം കൂടെ സീസൺ ആയിരുന്നു ആ സമയത്തല്ലേ? അല്ല, അന്ന് എനിക്ക് ഈ പൊടികളോ അങ്ങനത്തെ കുക്കിംഗ് പരിപാടികള് വീട്ടിലെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇത് എന്താ പറയാ, അതെല്ലാം തെച്ചികൾ അല്ലേ? അത് എല്ലാം ഇതൊക്കെ നല്ല സൺലൈറ്റ് വേണ്ട ചെടികളല്ലേ? അതിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് രാവിലെയും വൈകുന്നേരം നനയ്ക്കോ? അതെയോ വൈകുന്നേരം മാത്രം? നല്ല വേനൊക്കെ ഈ ഇലയൊന്നും സൺലൈറ്റ് പൊള്ളും കുറച്ചൊക്കെ പൊള്ളില്ല. കാരണം നമുക്ക് ഇവിടെ നല്ല വെയിലായിരുന്നു. അപ്പൊ ഇതിന് പിന്നെ നമ്മള് രാസവളം ജൈവവളം രണ്ടും ഉപയോഗിക്കും. അതുപോലെ തന്നെ രാസകീടനാശിനി ജൈവ കീടനാശിനി രണ്ടും യൂസ് ചെയ്യും. എന്നുവെച്ചാൽ നമുക്ക് ഭക്ഷണമൊന്നും അല്ലല്ലോ. പിന്നെ വേറെ അങ്ങനെ വല്ലാതെ ഹാർഡായിട്ടുള്ളത് ഉപയോഗിക്കാറില്ല. സ്ട്രോങ് ആയിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള. ഇതെന്ത് ചെടിയാ? പ്രത്യേകം കെട്ടി വെച്ചിട്ടുണ്ടല്ലോ. ടെക്കോമ ചെടിയാണ്. ഇതിന്റെ 2-3-4 കളേഴ്സ് ഒക്കെ ഉണ്ട്. ഒന്നിലും പൂവില്ല, അപ്പൊ പൂവെല്ലാം കഴിഞ്ഞു. ഇത് മഞ്ഞയാണ്. പിന്നെ ഇതിന്റെ തന്നെ ഒരു ഡബിൾ കളർ ഉണ്ട്. ഇതോ? അത് തെച്ചിയാണ്. ഇത് പ്രത്യേക വെറൈറ്റി ആണ്. പെട്ടെന്ന് നോക്കിയപ്പോ ഞാൻ മാവിന്റെ ഇല പോലെ എനിക്ക് തോന്നിയത്. റെഡാണ്. ഇപ്പൊ ഈ മഴ പെയ്തിട്ടെല്ലാം പൂവും കൊഴിഞ്ഞു. ഈ വെളുത്ത ഇതെപ്പോഴും പൂണ്ടാവില്ലേ? മണമൊന്നുമില്ല, പക്ഷെ എപ്പോഴും പൂണ്ടാവില്ലേ? എപ്പോഴും പൂണ്ടാവും. ഇതിങ്ങനെ പൂക്കും. എന്തായിരുന്നു ഇതിന്റെ പേര്? സിംഗപ്പൂർ മുല്ല. സിംഗപ്പൂർ മുല്ല. ഇത് ഫേണാണത്. കോബ്ര ഫേൺ എന്ന് പറയും. ശരിയാ. അപ്പൊ ഇതിന്റെ തൈകൾ സൈഡിലുണ്ട്? ഇല്ല, തൈയില്ല. പിന്നെ ഇത് എങ്ങനെയാണ് അതിന്റെ പ്രൊപ്പഗേഷൻ എന്നുള്ളത്? ഇതിന് അടിയിൽ വിത്ത് ഉണ്ടാവും എന്ന് പറയുന്നത്. ആ വിത്ത് മുളച്ചിട്ട് പിന്നെ പൊട്ടി
തെറിച്ച് ചെടികൾ ഉണ്ടാവും എന്ന് പറയാം. നമുക്ക് ഇതുവരേക്ക് ഈ അങ്ങനെയായിട്ടില്ല എന്നൊരു ചെടി കിട്ടിയിട്ടില്ല. എന്നിട്ട് പിന്നെ കുഞ്ഞു ചെടി, ഒരു കുഞ്ഞു ഗ്ലാസ് പോട്ടില് ഇത് എവിടുന്ന് വാങ്ങിച്ചു? മണ്ണുത്തി. പക്ഷെ എന്ത് രസമുണ്ടല്ലോ കണ്ടാല്. ഇതിപ്പോ ഒരു 4 വർഷത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതും പോരാ, കോവിഡിന്റെ മുന്നേ. ഇത് സൺലൈറ്റ് അടിച്ചിട്ടാണ് അത് ആയിപ്പോയതാണോ? ഇതിന് വെള്ളം കുറവ് മതി. ഓ അത് ശരി. റോസുകളുടെ കഥയെന്ന് പറയൂ. റോസ് ഇപ്പൊ ഈ വേനലില് കംപ്ലീറ്റ് ഉണങ്ങിയ പോലെ നിന്നിരുന്നാണ്. നിറച്ച് പൂക്കളായിരുന്നു, നിറച്ച് പൂക്കൾ സീസൺ ആയിരുന്നു. പക്ഷെ വേനലിൽ എന്താ വെച്ചാ ചെടി അങ്ങനെ ഡ്രൈ ആവും ഭയങ്കരമായിട്ട്. ഇങ്ങനെ മുരടിപ്പ് കണ്ടമാനം വരും. അപ്പൊ നമ്മളത് എങ്ങനെ നോക്കിയാലും വരില്ല. ഇപ്പൊ പിന്നെ രണ്ടാമത് വളമൊക്കെ ചെയ്ത് പിന്നെ മരുന്നൊക്കെ കൊടുത്ത് നമ്മൾ രണ്ടാമത് അതിനെ റെഡിയാക്കി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോ അത് ഇങ്ങനെ ഒന്ന് വലുതായി ഈ കേടുകളൊക്കെ മാറി പൂവിനൊക്കെ വലിപ്പം വെച്ച് വരും. ഇപ്പൊ കട്ടിങ്ങിന്റെ ടൈം ആയോ? അത് പ്രൂണിങ് നടത്തുന്ന ടൈമാണ്. പ്രൂണിങ് നമ്മൾ അപ്പൊ ചെയ്യാറുണ്ട്. അല്ല, ഈ ഇത് തണ്ടുകളെ കുറച്ചും കൂടി ഹാർഡ് പ്രൂണിങ് ചെയ്യാറുണ്ടോ? ചെയ്യണം ഇനി അത് ചെയ്ത് നന്നായിട്ട് വളം ചെയ്ത്. ഈ ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോ ഈ കമ്പുകള് തിരിച്ചിവിടെ കുത്തുകയാണോ? അത് ബഡ് ആയതുകൊണ്ട് പിടിക്കില്ല. എല്ലാം ചിലതൊക്കെ പിടിക്കും, ചിലത് പിടിക്കില്ല. പിന്നെ എന്ത് വളമാണ് ഇതിനൊക്കെ കൊടുക്കണത്? നമ്മള് ചാണകപ്പൊടി, എല്ലുപൊടി, പിണ്ണാക്ക്, പിന്നെ കമ്പോസ്റ്റ്, അതുപോലെ ആട്ടുംകാട്ടം ഒക്കെ ചെയ്യും. പിന്നെ റോസിനൊക്കെ നന്നായിട്ട് രാസവളം ചെയ്യണം. ഫാക്ടംഫോസും യൂറിയയും ചെയ്യണം. നാനോ യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് 15 ദിവസം കൂടുമ്പോഴാണോ സ്പ്രേ ചെയ്യുന്നത്? സ്പ്രേ ചെയ്യണ 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്തെടുക്കും. പക്ഷെ നമ്മൾ ഒന്നിടവിട്ട ദിവസം എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും വളം അതിന് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് റോസായിട്ട് നിൽക്കുള്ളൂ. അപ്പൊ ഇത് അങ്ങനെയൊന്നും ചെയ്യാൻ സമയമില്ലാത്തതിന്റെയാണ് ഈ നിക്കണ. അതെ, ഈ പൂക്കള് ഏകദേശം ഉണങ്ങി തുടങ്ങുമ്പോഴേ കട്ട് ചെയ്ത് കളയണം. ഇത്ര പൂവിന്റെ കുറച്ചും കൂടെ താഴേന്ന് അത് കട്ട് ചെയ്യണം. പുതിയ നാമ്പുകൾ കൂടുതൽ ഇതുപോലെ നാമ്പുകൾ വരുള്ളൂ. ഇങ്ങനെ നാമ്പ് വരാൻ. അപ്പൊ സുജാത രാവിലെയാണ് ഗാർഡനിലേക്ക് വരുന്നത്? ഇപ്പോഴാണ് ഗാർഡനിങ്ങിന്റെ ടൈം? എപ്പോഴാ? രാവിലെ വൈകിട്ട്. ബാക്കി സമയം നമ്മുടെ മറ്റേ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അതിനിടയ്ക്ക് ഓൺലൈൻ ഇപ്പൊ പുറത്തൊക്കെ പോകാനുണ്ടെങ്കിൽ അത് അതിന്റെ ഇടയ്ക്ക് അതും നടക്കും. എല്ലാം നടക്കും അല്ലെ? കണ്ടോ, 24 മണിക്കൂർ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണം അല്ലേ? എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെക്കുവോ? അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അങ്ങനെ പ്ലാനിങ് ചെയ്യുന്നത് കൊണ്ട് പ്ലാൻ ചെയ്യാറ്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഇപ്പം നാളത്തെ കാര്യങ്ങള് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടല്ലേ? ഫാസ്റ്റ് ചെയ്യാൻ പറ്റും, ടൈം വേസ്റ്റ് ആവില്ല. ഇതൊക്കെ നല്ല നല്ല ഐഡിയാസ് ആണ് കേട്ടോ. നമ്മൾ നാളെ എന്ത് ചെയ്യണം, നാളത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തലേദിവസം പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ടൈം ഒന്നും വേസ്റ്റ് ആവാതെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. ഓരോ ടെൻഷനും കുറയും നമ്മുടെ. വളം എന്ത് ചെയ്യണം എന്നുള്ളത്, രാവിലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു പോകണമെങ്കിൽ പോയിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടിക്കാനോ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഉച്ചയ്ക്ക് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് ചെയ്യാൻ നേരമുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ ഒരു പണിയെടുക്കില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴാണ് ഞാൻ മൊബൈലൊക്കെ നോക്കാറ്. കൂടുതലും മൊബൈലില് യൂട്യൂബിലെ വീഡിയോസ് കാണാറ്. കുറെ ഗ്രൂപ്പുകളുണ്ട്. പച്ചക്കറിയുടെ ഗ്രൂപ്പുണ്ട്, ഗാർഡന്റെ ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ മറ്റേ ഇപ്പൊ ഫുഡിന്റെ ഗ്രൂപ്പുകളുണ്ട്. അതിലെ എല്ലാത്തിനും മറുപടികൾ കൊടുക്കല്, അതുപോലെ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കല്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അതാണ്. പിന്നെ കുറെ പേര് നമ്മളോട് ഇങ്ങനെ കുക്കിങ്ങിന്റെ, ചെടികളുടെ ഒക്കെ സംശയങ്ങളൊക്കെ ചോദിക്കും. കോള് വിളിച്ച് ചോദിക്കുന്നവരുണ്ട്, പിന്നെ വാട്സാപ്പിൽ വോയിസ് ഇട്ട് ചോദിക്കുന്നവരുണ്ട്. അതിനൊക്കെ ഉള്ള മറുപടി എല്ലാം എന്റെ ഉച്ചയൂണിന്റെ റെസ്റ്റിന്റെ സമയത്താണ്. അതാണ്, ആ സമയമാണ്. പിന്നെ രാത്രി അതുപോലെ ഏട്ടനൊരു 7 മണിയാകുമ്പോൾ വരും. 6 മണിക്ക് ശേഷം എപ്പോ വേണമെങ്കിലും എത്തും. അപ്പൊ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ രാത്രിയിലത്തെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാവും. അത് കഴിഞ്ഞിട്ടുള്ള സമയം രാത്രിയിലും നമ്മുടെ ഉള്ളിൽ വർക്ക് നടക്കോ? ഇല്ല. എന്തെങ്കിലും പാക്കിംഗ് ഒക്കെ തിരക്ക് പിടിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലൊക്കെ ചെയ്യും. അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ കൂടുതൽ വർക്കുകൾ രാത്രി എങ്ങനെ ചെയ്യും. എന്നാലും ഒരു വളരെ എന്താ പറയുക, വലിയ ടെൻഷനൊന്നും ഇല്ലാതെ പ്രീ പ്ലാൻഡ് ആയതുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാം ഇപ്പൊ ഈ ചെടികളും അതെ, നമ്മളിപ്പോ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇടയിൽ വൃത്തിയാക്കാനോ ചെയ്യാനോ എല്ലാം എളുപ്പമാണ്.
ഒന്ന് സ്റ്റാൻഡൊക്കെ വെച്ചപ്പോ നമുക്ക് താഴെ ക്ലീൻ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. മറ്റതെല്ലാം കൂടെ കൂടി ഇരുന്ന് ആകെ അതെ തിക്കും തിരക്കും നമുക്ക് കാണാനും പറ്റുന്നില്ല, ശ്രദ്ധിക്കാനും പറ്റില്ല. പിന്നിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ചെടികളും ഇതൊക്കെ ആകുമ്പോ പാമ്പോ ചേര അങ്ങനത്തെ ഒക്കെ പേടിക്കാനുണ്ട്. ഇവിടെ പക്ഷെ ഒന്നും വരില്ല എന്ന് തോന്നുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കുന്നതുകൊണ്ട് ഒന്നും വരില്ല. ഇവിടെ ആരും വരാനിരിക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ആരും വരില്ല. ഞാൻ പിന്നെ അധികം പ്ലാന്റ് ചെയ്യുമ്പോ എപ്പോഴും ഒരേ ടൈപ്പ് ചെടികൾ ഒരു ഭാഗത്ത് വെക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ വളം ചെയ്യാൻ ഒരു ടൈപ്പ് വളം കൊണ്ട് എല്ലാവർക്കും അടിനേറ്റിന് വേണ്ട വളവും വെള്ളവും അല്ല റോസിന് വേണ്ടത്. അപ്പൊ നമ്മൾ ഇത് 2 ചെയ്ത് അപ്പൊ ഇതിൽ 2 മറന്നു പോകും. ഇതിപ്പോ റോസിന് ചെയ്യണ ദിവസം റോസ് തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് അപ്പൊ അതൊക്കെ കുറെ സമയം നമുക്ക് സിസ്റ്റമാറ്റിക് ആൻഡ് പ്രീ പ്ലാൻഡ് ആയിരിക്കണം അല്ലേ. ഇതൊരു മുളക് കാന്താരി എന്ന് തോന്നുന്നു അല്ലേ. കാന്താരി നല്ല രസമുണ്ടല്ലോ. പൂവുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ. ഉണ്ടല്ലോ, ഇത് നിറയെ പൂക്കും. പൂവെന്നൊന്നും പറഞ്ഞാൽ അതല്ലേ. ഇലക്ക് മണം ഉണ്ടാ ഇല്ല. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ സുജാത. ഇത് ഇതിന്റെ പേരെന്താ? അത് ഗോൾഡൻ കാസ്കേഡ്. ഇത് കുറച്ച് കോസ്റ്റ്ലി പ്ലാന്റ് ആണ്. ഇതിന് സൺലൈറ്റ് വേണം അല്ലേ. സൺലൈറ്റ് വേണം. ഇതിനി ഫുള്ള് ഇതിപ്പോ ഇങ്ങനെ പൂവായിട്ടല്ലേ ഇതെല്ലാം വിരിഞ്ഞിനി ഇലയാവുക. പൂവാണ് ശരി. ഇത് കണ്ട ഈ പൂവ് ഇലയായിട്ട് മാറുകയാണല്ലേ. അങ്ങനെ ഒരു ചെടി വേറെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ അറിവില്ലല്ലേ. നമ്മുടെ ചെറിയൊരു അറിവിൽ ഇതിനകത്ത് കണ്ട ഇതൊക്കെ പൂവായിരുന്നു, അതൊക്കെ ഇലയായി മാറി. ഇത് ഓൾ സീസൺ ആണ്, എപ്പോഴും പൂവുണ്ടാവും. ഇതിന്റെ തൈയാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. കമ്പ് നഴ്സറി കട കിട്ടും അല്ലേ. സുജാത എന്ത് ഭംഗിയെ കണ്ടാലിത് അല്ലേ. ഇത് പോത്തോസ് വർഗത്തിൽപ്പെട്ടതാണല്ലേ. അല്ല, മണി പ്ലാന്റിൽ അതിലും അല്ല. ഇത് എന്ത് രസല്ലേ. ഇതിന്റെ പ്രൊപ്പഗേഷൻ ഇങ്ങനെ തണ്ട് മുറിച്ച് വെച്ചാൽ മതിയില്ലേ. പക്ഷെ പ്രത്യേക കെയർ എന്തെങ്കിലും വേണം. സൺലൈറ്റ് പറ്റുമോ അതിന്? സൺലൈറ്റ് വല്ലാതെ ഇത് ഡയറക്റ്റ് മാറ്റി വെച്ചതാണോ? മാറ്റി വെച്ചതാണ്. തീരെ കൊള്ളാതെ വെച്ചിരുന്നത് എടുത്തു വെച്ചതാണ്. പിന്നെ ഇതും കാര്യം പറഞ്ഞാല് കുറച്ച് വ്യത്യാസമുള്ള കളേഴ്സ്, ഇലകളിലെ വ്യത്യാസമുണ്ട് അല്ലേ. ഇലയുടെ വ്യത്യാസം, പൂവിലും വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണല്ലേ. ഇതൊരു കാണാത്ത വെറൈറ്റി ആണല്ലോ. ഇത് കണ്ടിട്ടുണ്ട്. ഇത് നിറയെ പൂക്കും. പണ്ടത്തെ എന്താ കൃഷ്ണകാന്തിന്നോ എന്തോ പേര് പറയുന്നത്. അത് ശരി. എന്തോ ഒരു മെഡിസിൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിപ്പോഴത്തെ പുതിയ വെറൈറ്റിയാണ് ബൊഗേൻവില്ല. ബൊഗേൻവില്ലയുടെ ഒരു എന്താ പറയാ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ ഇവിടെ. ജർബര ഇതൊക്കെ ഇപ്പൊ പൂവില്ലാത്ത സമയത്തൊക്കെ മൊത്തൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഓർക്കിഡുകൾ ഇവിടെ ഉണ്ടല്ലേ. പിന്നെ 10 മണി 4 മണി 10 മണികളാണ് എല്ലാം 10 മണികളാണ്. 10 മണിയാകുമ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കില്ലേ. നമ്മുടെ ഇപ്പൊ ടൈം എത്രയും കളറാണ്. ഇതൊക്കെ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ പരിചരണം എന്തെങ്കിലുമൊക്കെ കൊടുക്കണം? ഒന്നുമില്ല, വെറുതെ. പൂവുണ്ടാകാനായിട്ട് സ്പ്രേ എന്തെങ്കിലും ചെയ്യോ? ഇല്ല, സ്പ്രേ ഉണ്ട്. പിന്നെ കീടങ്ങളുടെ ശല്യം ഉണ്ടാവും. പൊട്ടാഷ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറേശ്ശെ സ്പ്രേ ചെയ്യും. ഓക്കെ, എന്നാലൊക്കെ ഇവര് പൂക്കും കാക്കിയൊക്കെ ചെയ്യുള്ളൂ. നമ്മള് പിള്ളേരെ നോക്കണ പോലെ തന്നെ ഇവരെ നമ്മൾ നോക്കണം അല്ലേ. നമ്മൾ വിചാരിക്കും ഇവരുടെ വീട്ടിൽ എന്തോരം ചെടികളാണ് പൂക്കളാണ്, പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് ചില്ലറയല്ല, നല്ല ഹാർഡ് വർക്കാണ്. പക്ഷെ ഇത് കാണുമ്പോ നമുക്കൊരു സന്തോഷം അല്ലേ. ഇതൊന്നും മഴ കൊള്ളാൻ പറ്റില്ല. ഇനിയിപ്പോ അടുത്ത സീസണിലേക്ക് ഇത് നിക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് കുറ്റിയാക്കി നിർത്തി നല്ല മഴയത്തുനിന്ന് മാറ്റിയിടുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഇതൊക്കെ ചീഞ്ഞു പോകും അല്ലെ. ചീഞ്ഞു പോകും. അപ്പൊ അടുത്ത സീസണിലേക്ക് പിന്നെ ഉണ്ടാവില്ല. അതാണ് സിങ്കോണിയം. സിങ്കോണിയം. അല്ലെങ്കിൽ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ, എവിടെ കൊണ്ടുപോകണം എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ എനിക്ക് എന്തെങ്കിലും കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അങ്ങനത്തെ ഒരു അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങനത്തെ ചെടികളായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോ ഒരു വലിയൊരു ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാൾ സന്തോഷം എനിക്കിതാണ്. എനിക്ക് ഈ 2 പാഷൻ അതാണ്.
ഇതാണ്. അപ്പൊ ആ പാഷനിൽ തന്നെ ഉറച്ചു നിൽക്കുവാണല്ലേ, കുക്കിംഗ് ആൻഡ് ഗാർഡനിങ് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിന് സന്തോഷം വരുന്നത്. നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം മാത്രമാണ്. നമ്മൾ ഇഷ്ടമായിട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു കച്ചവടമായിട്ട് ഇപ്പൊ വേറൊരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സാധനം വാങ്ങി വിൽക്കുമ്പോൾ നമുക്ക് അതിനോടൊരു ആത്മാർത്ഥതയൊന്നുമില്ല. നമുക്ക് പൈസ കിട്ടണം, നമ്മുടെ ഒരു ജോലി, അത്രേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണ്. ഇന്നൊന്നുണ്ടാക്കി നാളെ ഇപ്പൊ മസാലകളൊക്കെ നമുക്ക് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് തനിയെ ഒരുപാട് ചെയ്യാൻ പറ്റും. ചെടികൾ അതുപോലെ എനിക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കും. ഒഴിവുള്ളതിനനുസരിച്ചിട്ട് ഇതിന്ന് സിംഗിൾ നമ്മളിങ്ങനെ വിത്തിട്ട് മുളയ്ക്കണമെന്ന് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് മറ്റേന്റെ പീസ് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യും. ഈ സ്റ്റാൻഡ് നിറഞ്ഞിട്ട് ബാക്കി ഇവിടെ തൂക്കിയിട്ടിരിക്കുകയാണ് അല്ലെ. അതിലായിരുന്നു വെയില് ഭയങ്കരമായപ്പോ അതിന് വെയിലിൽ നിന്ന് ഇങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് കേട്ടോ. നല്ല എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാതെ പറ്റില്ല സുജാത. ഇതൊരു സംഭവമാണ്. ഇതെന്താണ് ഇതിന് സൺലൈറ്റ് പാടില്ല. സൺലൈറ്റ് അധികം വെള്ളം വേണ്ട. ഇത് ഇൻഡോർ ഒക്കെ വെക്കാൻ പറ്റും. നമ്മള് ടേബിളൊക്കെ, ഡൈനിങ് ടേബിള് അല്ലെങ്കിൽ ഫോണിന്റെ. അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെടികളല്ലേ. അതിന്റെ അപ്പുറത്ത് എന്താ? അതിന്റെ തന്നെ ഇതാണല്ലേ. ഓക്കെ, അതിന്റെ കുട്ടി വേറൊരു സാധനമാണ്. വേറെ വെറൈറ്റി ആണ്. ഇതിങ്ങനെ കുറച്ച് വലുതായിട്ട് തട്ടായിട്ട് വരും. എല്ലാം മുക്കിലും മൂലയിലും കണ്ണെത്തണം അല്ലേ. നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ, അതിന്റെ ബുഷി ടൈപ്പ് അല്ലേ. അതിന്റെ കുറച്ച് കോസ്റ്റ്ലി സാധനങ്ങള്. ഇതിന്റെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു കുഞ്ഞു പ്ലാന്റ് കിട്ടുന്നത് 150, 250. ഇതൊക്കെ നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ വളർത്തി ഉണ്ടാക്കണം. പിന്നെ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ 3 പേരും ചെയ്യണോണ്ട് ഒരാളൊരു 3 ചെടി വാങ്ങിയ ഞങ്ങക്ക് 3 വെറൈറ്റി ചെടിയായി. അതൊന്ന് എടുത്താ. ഇത് സാധാരണ ബേസിൻ ആണോ? അത് ചെടിച്ചട്ടിയാണ്. ചെടിച്ചട്ടിയാണ് അതല്ലേ. ഇത് അടീനിയം വെക്കാൻ നല്ലതാണ്. അടീനിയത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ബോൺസായി ടൈപ്പ് ചെയ്യാൻ ഈ ചട്ടികളാണ്. പ്ലാസ്റ്റിക് അല്ലേ ഇത്? ബോൺസായി ആണ്. അപ്പൊ ഹോൾസോട് കൂടിയിട്ടാണോ കിട്ടുന്നത്? ഹോൾസ് ഒക്കെ ഉണ്ടാവും. ഇത് അധികം മണ്ണ് വേണ്ട ഇതിനൊന്നും. ഇപ്പൊ ഇതിന്റെ ഈ പ്രോഡക്ട്സ് ആണ് ശരിക്കും ഇതിന്റെ റേറ്റ് കൂട്ടുന്ന സാധനം, ഭംഗി കൂട്ടുന്ന സാധനം മൊത്തം അതാണ്. ഇതിന്റെ പ്രോഡക്ട്സ് എത്ര ഉണ്ട് വലുതാവണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു ഇപ്പൊ ഈ പ്ലാന്റ് ഒക്കെ വേണ്ടില്ലേ, ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ നമ്മളെ ഇങ്ങനെ വെക്കുന്നതിന്റെ ഇതിനനുസരിച്ച് ഒരു ഷേപ്പ് ഉണ്ട്. ഇതിപ്പോ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പൊ ഒരു ആള് കാലൊക്കെ മടക്കി വെച്ചൊരു കുട്ടിയൊക്കെ ഇരിക്കുന്ന ആ ഒരു തോന്നുന്നുണ്ട്. അതേപോലെയാണ്. പിന്നെ നമുക്ക് 2 പ്ലാന്റ് ഒന്നിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ പിരിച്ച് ഒറ്റ പ്ലാന്റ് ആവും. അത് ജോയിന്റ് ആവും. അങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഇതിന് കുറെ ഇഷ്ടംപോലെ പരീക്ഷണങ്ങൾ നടത്താം. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം. അപ്പൊ ആ അടിനയത്തിന്റെ പ്ലാന്റ് ഒക്കെ നമുക്കൊരു 7-8 വർഷമായ പ്ലാന്റ് ആണ് ഇത്. അതാത് സമയത്ത് നമ്മൾ പോട്ട് മാറ്റി കൊടുത്തിട്ട് അങ്ങനെ ഇതെല്ലാ വർഷവും എടുത്തിട്ട് 1-2 വർഷം കഴിയുമ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ഇപ്പൊ ഇതിന്റെ താഴേക്കും ഉണ്ടാവും. ഇത്രയും പേര് ഇതേപോലെ വന്ന് താഴെയും മണ്ണിലും കിടക്കുന്നുണ്ടാവും. ഇതിനെ നമ്മളിനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പൊക്കി വെക്കും. ഇതിനെടുത്തിട്ട് പിന്നെ ഹൈറ്റിലേക്ക് വെക്കും. ആ താഴത്തെ പ്രോഡക്ട്സും കൂടെ മേലേക്ക് കയറ്റിയിട്ട് ചെറിയ പരന്ന പോട്ടിലേക്ക് മാറ്റി വെക്കും. അപ്പൊ ആ ചട്ടി ഫുള്ളായിട്ട് നിൽക്കാൻ പാകത്തിന് പ്രോഡക്ട്സ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഇത് ഇങ്ങനത്തെ വർഷത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും 2 വർഷം ചെയ്താൽ മതി. പോകുന്ന ഒരു പോട്ടുന്നാണ് ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുക നമ്മളെ. ഇതിനിപ്പോ വളമൊക്കെ ചെയ്ത് ഈ സീസണിലെ അടുത്ത് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴേക്ക് നമ്മളിതിനെ ഇനി ഒന്നും കൂടെ വളർത്തി കൊണ്ടും വേനൽക്കാലം നല്ല വേനലാവുമ്പോഴേക്ക് എന്നിട്ട് ഇതിനെ അടുത്ത സൈസിലേക്ക് മാറ്റി നടും. അങ്ങനെ ഓരോ ചെടി വലുതാവണതിനനുസരിച്ച് സൈസ് മാറ്റി പൊട്ടി. സുജാതയുടെ വീടിന്
ചുറ്റും ബൊഗൈൻവില്ല വെച്ചിരിക്കുകയാണ്. മതിലില് നിറയെ പൂക്കള്, ചെട്ടികള് ഒക്കെ നല്ല രസമുണ്ട് കണ്ടാല്. എത്ര വെറൈറ്റി ഉണ്ടാവും ഇത് എല്ലാം? അങ്ങനെ നമ്മൾ എണ്ണിയാൽ എണ്ണാൻ പറ്റില്ലല്ലോ, അത് അത്രമാത്രം വെറൈറ്റീസ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടാ നിക്കുന്നത് കേട്ടോ. ഇതിപ്പം പൂവ് കഴിഞ്ഞു, മഴ പെയ്തതില് പൂവ് കംപ്ലീറ്റ് പോയി. ഇനിയിപ്പോ അടുത്ത വേനൽക്കാലത്തേക്കാണ് നിറയെ പൂക്കള്. വേനൽക്കാലത്ത് ഈ സൈഡ് തൊട്ടിട്ട് ആ എൻഡ് വരേക്ക് പൂക്കളാണ്. ഒരു ഭയങ്കര ഭംഗിയാ കാണാൻ. നല്ല ഭംഗിയാ, നമുക്കത് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ നല്ല ഭംഗിയായിട്ടാ നിക്കുന്നത്. അപ്പൊ പൂവുള്ള സമയത്ത് എന്തായിരിക്കും? അപ്പൊ ഇതൊക്കെ നനയ്ക്കാനൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളില് എല്ലാ ദിവസവും നനയ്ക്കണ്ടേ ബൊഗൈൻവില്ല? ബോഗൻവില്ല എല്ലാ ദിവസവും എന്നാലും വെയില് ഭയങ്കര ദിവസം. ഇവിടെ പക്ഷെ മതിലായ കാരണം റോഡിന്റെ ചൂടും എല്ലാം ഉള്ള കാരണം നമുക്ക് ഡെയിലി നനയ്ക്കണം. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും നനയ്ക്കും. അപ്പൊ എന്ത് തിരക്കുണ്ടെങ്കിലും 1 മണിക്കൂർ നമ്മൾ ചെടിക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം മതിയാവോ? നനയ്ക്കാൻ 1 മണിക്കൂർ മതി. ബാക്കി കെയറിങ്ങിന് വേണമെങ്കിൽ എക്സ്ട്രാ ടൈം ബാക്കി വളം ചെയ്യാനും ഒക്കെ അത് നമുക്കിപ്പോ ബാക്കി കിച്ചണിൽ അങ്ങനെ അധികം വർക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളില് തലേ ദിവസം കുക്കിങ്ങിന്റെ കുറച്ച് ഞങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ കൂടുതൽ നമുക്കുള്ള ഭക്ഷണം നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഏട്ടൻ ഫ്രിഡ്ജിൽ വെച്ച ഒന്നും കഴിക്കില്ലേ? അപ്പൊ അതിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അത് കാരണം അങ്ങനെ ഉള്ള കോംപ്രമൈസുകളൊന്നും ഫുഡിലില്ല. എന്നാലും കുഴപ്പമില്ല. ഇത് നല്ല രസമുണ്ടല്ലേ കളറ്? എന്തെങ്കിലും സ്പെഷ്യൽ പേരുകളുണ്ടോ ഇപ്പൊ? കോമൺ ആയിട്ട് പേരുണ്ട്. നമുക്ക് അങ്ങനെ പേരൊന്നും അറിയില്ല. അങ്ങനെ പേര് നോക്കിയൊന്നും വെച്ചതല്ല. എവിടെ പുതിയ വെറൈറ്റി കാണുമ്പോഴും അങ്ങനെ കൊണ്ടുവന്ന് വെക്കും. ഞങ്ങൾ 3 ആര് കണ്ടാലും വാങ്ങിയിട്ട് വരും. പിന്നെ അതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കും. കുറെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ നല്ല വെറൈറ്റി സാധനമാണെങ്കിൽ ഇപ്പൊ ഞാൻ പോയി ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ 3 വാങ്ങിയിട്ട് വരും. ഇവരാര് ചേച്ചിയൊക്കെ പോയിട്ട് വരുമ്പോഴും അങ്ങനെ 3 വാങ്ങിയിട്ട് വരും. അപ്പൊ ഞങ്ങള് അങ്ങനെ 3 വെച്ചിട്ട് അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് വരിക. ഇപ്പൊ സുജാതയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് സിസ്റ്ററിൻലോയുടെ വീട്, അപ്പുറത്ത് തറവാട്. അപ്പൊ 3 വീടും സത്യത്തിലൊരു പൂങ്കാവനത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ആരും ഒന്നിനൊന്നും മോശമില്ല. അതിൽ നടുക്ക് സുജാത. വീടിന്റെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ഗ്രീനറി, അതുപോലെ പൂക്കള്, അതുപോലെ ഒരു ഭയങ്കര എനർജിയാണ്. രാവിലെ നമ്മൾ ആദ്യം ഞാൻ നേരെ കിച്ചണിൽ വന്ന ജനല് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഈ പൂക്കളാ. അത് തന്നെ നമുക്കൊരു എനർജി, രാവിലെ തന്നെ എനർജി ആയി അല്ലേ? ഓക്കെ. ഈ ഗാർഡനിങ് കൂടാതെ ഇതിനുള്ള സമയം തന്നെ ഞാൻ നോക്കിയിട്ട് തികയില്ല. അതുകൂടാതെ ഇതിന് ബാക്കിൽ വലിയ കൃഷി ഉണ്ടെന്നാ പറയുന്നത്. എന്തൊക്കെയാണ് കൃഷി പ്ലസ് കുറെ ഫ്രൂട്ട്സ് തൈകളും കാര്യങ്ങളൊക്കെ? ആപ്പിൾ ചാമ്പുണ്ട്, ചെറുനാരങ്ങ, ചൈനീസ് ഓറഞ്ച്, 1-2 വാഴ ഉണ്ട്, വാഴകളുണ്ട്, പൂവൻ വാഴ. ഓക്കെ. പിന്നെ ലെമൺ വൈൻ ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം. പിന്നെ ഒടിച്ചുത്തി നാരകം ഉണ്ട്. പിന്നെ മുരിങ്ങയുണ്ട്. നമ്മുടെ ആവശ്യമുള്ള സാധനം, നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പ്ലസ് നേരത്തെ കുറെ ഗ്രോ ബാഗിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? അപ്പൊ ഷീറ്റ് ഭയങ്കര ചൂട് കാരണം സ്റ്റെയറില്ലല്ലോ. അപ്പൊ നമ്മള് ഷീറ്റ് ഇട്ടപ്പോ ഒഴിവാക്കി. ഗ്രോ ബാഗിന്റെ കൃഷി ഒഴിവാക്കി. എനിക്ക് ആകെ ഉരുളക്കിഴങ്ങ് ഉള്ളി വാങ്ങേണ്ടി വന്നിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ വീട്ടിൽ തന്നെ. ഇവിടെ എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇതാകൂടെ 8.25 സെന്റ് സ്ഥലമാണുള്ളത്. കണ്ടോ, ഈ 8.25 സെന്റ് സ്ഥലത്തില് എന്താ പറയുക, സുജാത 1 ഇഞ്ച് സ്ഥലം പോലും കളയാതെ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ടില് ഫുൾ ഗാർഡൻ കാര്യങ്ങളൊക്കെ ആയിട്ട്, ബാക്കിൽ സുജാതയ്ക്ക് ആവശ്യമുള്ള പച്ചക്കറികള്, അതുപോലെ പഴവർഗ്ഗങ്ങൾ, അല്ലെ ഫ്രൂട്ട്സ് തൈകളെല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊക്കെ മാതൃകയാക്കിയേ പറ്റൂ. കാരണം നമ്മൾ വെറുതെ ഇരിക്കാതെ നമുക്ക് എത്ര സ്ഥലമുണ്ട്, പരിമിതികളുണ്ടെങ്കിലും ആ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കരിവേപ്പ് ഒക്കെ ഉണ്ട്. എല്ലാവരും കരിവേപ്പിലൊക്കെ ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങുന്ന അല്ലെ,
അതൊന്നും നമ്മൾ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വിഷരഹിത പച്ചക്കറികൾ ഉപയോഗിക്കാനായിട്ട് സ്വയം പര്യാപ്തരാവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സുജാത ഒരു മാതൃക തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യത്തിൽ. ഈ വീഡിയോ കണ്ട് കുറച്ച് പേർക്കെങ്കിലും അതെ ഒരാളെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയായി. അതെ, ഞാനും ഹാപ്പിയാണ്. കാരണം നമ്മുടെ ഈ പ്രവർത്തനത്തിന് ഒരു ഫലം കിട്ടി. തീർച്ചയായിട്ടും ഇത് ഒരു മാതൃകയാക്കേണ്ടതാണ്. സുജാതയുടെ സംരംഭവും അതുപോലെ ഗാർഡനിങ്ങും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും വമ്പൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് സുജാത. ഓക്കെ, താങ്ക് യു.